welcome back. Elemental Masterclass-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ഷെയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്താണ് ഷെയർ എന്ന്. ഒരു കമ്പനിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി അതിനൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഇലോബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ജസ്റ്റ് ഈ ഒരു ബോക്സ് ആണ് വിചാരിക്കുക. ഇത് ഏത് കമ്പനി ആയിക്കോട്ടെ, രത്തൻ ടാറ്റയുടെ ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ നമ്മുടെ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതൊരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ എന്താ പറയാ ഫുൾ ഓണർഷിപ്പും നമുക്കിപ്പോ ലെറ്റ്സ് സേ എന്താ പറയാ ഈ മുകേഷ് അംബാനിയുടെ കയ്യിലിരിക്കുന്നതെന്ന് വിചാരിക്കുക. 100% എന്താണ് മുകേഷ് അംബാനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മുകേഷ് അംബാനിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്ത് ഒരു കമ്പനി പുതിയൊരു എന്താ പറയാ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഇത് ജിയോ ആണെന്ന് വിചാരിക്കാം. ജിയോ എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പുള്ളിക്കാരന് എന്താ പറയാ അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ വേണ്ടി വരും. അതായത് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു നല്ല ക്യാപിറ്റൽ വേണ്ടി വരും. അപ്പോൾ മുകേഷ് അംബാനി എന്ത് ചെയ്തു, ഈ ഒരു 100% ഉണ്ടല്ലോ ഓൾറെഡി റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയുടെ യൂസ്ഫുൾ അല്ലെങ്കിൽ ഈ ഒരു യൂസ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി വെച്ച് തന്നെ ഈ ജിയോ എന്ന് പറയുന്ന പുതിയ വെഞ്ചർ ഉണ്ടാക്കാൻ മുകേഷ് അംബാനി തീരുമാനിച്ചു. അപ്പൊ മുകേഷ് അംബാനി എന്ത് ചെയ്തു, ബാക്കിയുള്ളവരുടെ എന്താ പറയാ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കൺസെന്റ് മേടിച്ചിട്ട് ഇവരുടെ ഓണർഷിപ്പ് കുറക്കാൻ തീരുമാനിച്ചു. ഇപ്പോ 100 എന്നുള്ളത് കുറച്ച് എന്താക്കി ഇവര് 80% ആക്കി. എന്നിട്ട് ബാക്കിയുള്ള 20% അല്ലെങ്കിൽ 5%, 10% എത്ര ആയിക്കോട്ടെ അത് ഇവര് പബ്ലിക്കിന് വിൽക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ പബ്ലിക്കിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന റവന്യൂ എന്തായിരിക്കും, പബ്ലിക്കിന് കൊടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുമല്ലോ. അതായത് ഇതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അത് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, പബ്ലിക് തിരിച്ച് പൈസ കിട്ടും. അപ്പോൾ ജിയോ എന്ന് പറയുന്ന ഈ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസ ആർക്ക് കിട്ടും, മുകേഷ് അംബാനിക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 20% പുറത്തേക്ക് പോയി. ഇത് ഏത് വഴിയാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമ്മുടെ പുറത്ത് പബ്ലിക്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള എന്താ പറയാ കമ്പനിയായ എക്സ്ചേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ ഒരു 20% കാര്യം പറയുന്നത്. ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു 20% ഇപ്പോൾ മുകേഷ് അംബാനിക്ക് ജിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 5000 കോടി വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, 5000 കോടി വേണമെന്ന് വിചാരിക്കുക. ഈ 5000 കോടി ഈ 20% നിന്ന് മുകേഷ് അംബാനിക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 20% IPO ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഇതിന്റെ വേർത്ത് എന്ന് പറയുന്നത് 5K CR തന്നെയാണ് അല്ലെ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, എന്നെ സംബന്ധിച്ചോ നിങ്ങളെ സംബന്ധിച്ചോ ഇത് ഒറ്റയടിക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോഴാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കാൻ പോകുന്നത്. ഇത് 20% ആണെന്ന് വിചാരിക്കുക. അതായത് മുകേഷ് അംബാനിയുടെ കമ്പനിയുടെ 20%. IPO എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത് എന്താണ്, ഈ 20% കട്ട് ചെയ്ത് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കും. അതെന്തിനാണ്, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കുക അല്ലെങ്കിൽ ഒരു പ്രൈസിങ് ആക്കാൻ വേണ്ടിയാണ് ഇത് സാച്ചുറേറ്റഡ് ആക്കുന്നത്. ഇതിങ്ങനെ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ എന്താണ്, ഇതിനൊരു കുഞ്ഞ് പ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ആകും. ഈ പ്രൈസ് എല്ലാം നിർണ്ണയിക്കുന്നത് ആരാണ്, സെബിയും ബാക്കിയുള്ള ഓഫീസേഴ്സും കൂടി ആയിരിക്കും ഈ ഒരു പ്രൈസ് നിർണ്ണയിക്കുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്കിന് ഇത്ര പ്രൈസ് വേണം. അത് പിന്നെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു നിർണയം സെബി നിർണ്ണയിക്കുന്നത്. അതിനുശേഷം ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഇതിന്റെ പ്രൈസ് കൂടുന്നതും താഴുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഒരു കുഞ്ഞു പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഷെയർ, ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത് ഈ ഒരു 20% ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 20% കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ്, മുകേഷ് അംബാനിക്ക് വേണ്ടത് 5000 CR ആണ്. എന്തിന്, ജിയോ എന്ന് പറയുന്ന ഈ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് എന്ത് പറ്റി, പബ്ലിക് ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് പറ്റി, ഈ ഒരു 20% വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ 20% വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ 5000 CR എത്തി. ഓക്കെ, 5000 CR എത്തിയപ്പോൾ മുകേഷ് അംബാനിക്ക് വേണ്ട പൈസയായി അല്ലെ. മുകേഷ് അംബാനിക്ക് ജിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസയായി. മുകേഷ് അംബാനി ജിയോ സ്റ്റാർട്ട് ചെയ്തു. ജിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ജിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് നല്ല രീതിക്കുള്ള ഒരു ഇൻക്രീസ് കാണിച്ചു.
അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് എന്ത് പറ്റി റിലയൻസ് ഇൻഡസ്ട്രീനെ ഒന്ന് പൊക്കിക്കൊണ്ട് പോന്നു. അതായത് പ്രൈസ് എന്താ പറ്റി റിലയൻസ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു ഈ ഒരു ജിയോ എന്ന് പറയുന്ന വെഞ്ചർ. അത് നല്ല രീതിക്ക് പെർഫോം ചെയ്തു, ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അതൊരു എന്താ പറയുക ഒരു നല്ലൊരു വെഞ്ചർ ആയിരുന്നു. അപ്പൊ എന്ത് പറ്റുന്നേ, പുതിയ പുതിയ ആൾക്കാർ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ആവട്ടെ, എല്ലാവരും എന്ത് ചെയ്യാൻ പോകും, ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു എന്താ പറയാ സ്റ്റോക്കിലേക്ക്. ഇങ്ങനെ സ്റ്റോക്കിലേക്ക് ആൾക്കാർ കൂടുതൽ കയറും തോറും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും, ഈ ഓരോരോ യൂണിറ്റിന്റെയും പ്രൈസ് കൂടാൻ തുടങ്ങും. ഇതിപ്പോ ലെറ്റ്സ് സേ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇതൊരു 2K നിൽക്കുന്നതാണെന്ന് വിചാരിക്കുക. ആൾക്കാർ വാങ്ങാൻ തുടങ്ങും തോറും ഇതിന്റെ എന്താ പറയാ ഡിമാൻഡ് കൂടുകയാണ് അല്ലെ. ആൾക്കാർ വിൽക്കില്ല, ആൾക്കാർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഇത് കിട്ടാൻ ഒരു സ്കേഴ്സിറ്റി കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് കൂടും. 2K നിന്ന് ചിലപ്പോൾ 2.5K ആവാം, ചിലപ്പോൾ 3K ആവാം. പ്രൈസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഇതിന്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു കമ്പനിയുടെ ഇത്ര പെർസെന്റേജ് IPO വഴി പുറത്തേക്ക് പോയി എക്സ്ചേഞ്ചിൽ എത്തുമ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത്, അവിടെ അതിനെ പരമാവധി സാച്ചുറേറ്റഡ് ആക്കിയിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നു. അതിലെ ഒരു പീസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ഗൈസ്, ടേക്ക് എ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.